അച്ചായനത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആന്റോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ഇട്ടിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്. ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. പോറേണ്ട വല്ല അവസരം വന്ന് ആയങ്ങ് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക? അതെ. പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയെ അന്ന് എന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ. പോയി നിന്റെ തന്തണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്. കൊടുത്തു വിടാം. ചത്തു എന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി? കത്തി കേടാ. ഞാൻ പോകല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതി കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ. ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. പോടാ പോടാ. നോക്കിക്കോ, ഇത് ഞാൻ വച്ചിട്ടുണ്ട്. കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത്. അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നേ. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് നിന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മുതലും പലിശയും കൂട്ടി ഒരുപാട് കാണും. കാല് കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടവനാ. ഇവിടെ കിടന്ന് കുട്ടികളി കളിക്കണ്ടല്ല. ജോർജോട്ട് ചെലവുണ്ട്. എവിടെയാ മോനെ ജോലി കിട്ടിയത്? ബാംഗ്ലൂരിലാ. അവിടുത്തെ ഒരു വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യം വേണം അവിടെ ഒരു ജോലി കിട്ടാൻ. അത് ശരിയാ. ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ. അവിടുത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട. അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാന്നല്ലോ. ഇട്ടിച്ചായ പറഞ്ഞവരെ കാത്തിരുന്ന എങ്ങനെയാ? അത് ഞാൻ എപ്പോ വരുന്ന ഓർത്തിട്ടാ. അങ്ങേര് തേക്കും തടി കൊണ്ടുവരാൻ പോയിരിക്കുക. ഇനിയിപ്പോ രാത്രി 7 മണി കഴിഞ്ഞിട്ട് നോക്കിയാ മതി. എന്നാ പിന്നെ നേരം കളയാണ്ട് നീ പോ. പിന്നല്ലാതെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങാൻ മുതിർന്നവരാരെങ്കിലും വേണമെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ഞാനില്ല ഇവിടെ. ആ യോഗ എനിക്കന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ വിട്ടാ മഹാറാണി കിട്ടും. ആ പ്ലേറ്റിംഗ് എടുത്ത്. ആ പ്ലേറ്റിംഗ് എടുത്ത്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഏയ്, നീ എന്താ മൂടോട്ടായിട്ടിരിക്കുന്നു? ഞാൻ പോണോണ്ടാ? മുഖം വീർപ്പിച്ചിരിക്കാതെ. ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ? ബാംഗ്ലൂർ. കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 തവണയാ. എന്നാ വേഗം പോയി റെഡിയാവും. എന്താ? ഞാൻ കൂടെ വന്നാലെന്താ? വാടി. എങ്കിലും അമ്മച്ചോട് പറയട്ടെ. പിന്നെ വേഗം വേണം. 2 കാലിലെ ബസ് പോയ പിന്നെ തെണ്ടി തന്നെയാ. അമ്മച്ചി, ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു. എന്റെ ഈശോ, അതിപ്പോ അപ്പച്ചൻ വരുമ്പോ ഞാൻ എന്നാ പറയാം മോളെ? ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. അത് നേരാ. അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം. അത് അമ്മച്ചി മയത്തി പറഞ്ഞത് ഒതുക്കിയാ മതിന്നേ.
കുരിശ് എന്റെ തലയില്. പൊയ്ക്കോ. ജോർജ് കുട്ടിയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചോ. ശരി. അയ്യേ, ഒക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ഹ, ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ആ. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കേറാന്ന് പറഞ്ഞ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ? എടാ, നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട്, പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസരം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. ആ, അതുണ്ടോ? പക്ഷെ ഇട്ടിച്ചൻ ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ പൈലിയുടെ കാര്യം നോക്കിക്കോളും വേണം. അപ്പൊ ചേ എന്തോ? സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ആ, ready, sir. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ആ, അതാ പോണെ, അതാ പോണെ, അതാ പോണെ. അയ്യോ, ഗ്ലാസ് പൊട്ടി പൊട്ടി. ഓ, 10 റുപ്യന്റെ ചില്ലല്ലേ പോട്ടെ. അയ്യോ, കായ്. ആ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്ത് കുരിശാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ ഇവിടെ കാണാൻ പാടില്ല. വെച്ചിരുന്നല്ലോ, ദേ ഇവിടെ. മോനെ, എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ. അവൻ വായിച്ചു തരുമെന്നേ. ഏ? അവൻ വായിച്ചു തരും. കൊടു. എന്താ ഇത് എന്നതാന്ന് ഒന്ന് നോക്കിയാ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. Mr. Tietjen. This notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ, വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണ് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നതാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ. നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ആ, ഇത് ചക്കയും മോയിലൊന്നും അല്ല. തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ ഒന്നു ചോദിച്ച കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നോലെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. ഓടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ. ബലപ്രയോഗം നടത്തുന്നേ. എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ. സാറേ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ.
ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? പോടാ. വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? പോടാ. മതിയോ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഇതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ ആർക്കും ഓപ്പറേഷൻ? അയ്യോ പോട്ടെ ചായ, ഇവന് പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ആദ്യം ഏത് ലവ് മാരേജ്. അതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെര പണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിട്ടറി? ഓ ഷുവർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും മിസൈലും വെടിയും കൂടി മൂട്ടി. ഒരര മണിക്കൂറിനകം അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ കുറച്ച് കാശ് തന്നാൽ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. അയ്യോ. അതെ പിന്നെ ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താ നടന്നത് കണ്ടില്ലേ? അഹിംസയാണ് നല്ലത്. ആരാണ് നിന്നെ അയച്ചത്? അവന്റെ വായിൽ തന്നെ വരട്ടെ. പറയടാ. കാലിൽ ചുട്ടിക്കണ്ടില്ല കാലിൽ.
എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നിൽക്ക്? നടക്കടാ. നടക്കടാ. എന്നാ എന്നാ എന്നാണെന്ന്? നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചെടുത്ത് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം.